നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ 3 കൂട്ടുകാർ നാട്ടിലെത്തിയ കഥ. ആരെന്നറിയാമോ ഈ 3 കൂട്ടുകാർ? കുതിര, കഴുത, പിന്നൊരു നായ. ഇവർ 3 പേരും വലിയ കൂട്ടുകാരാണ്. ഇതൊരു നാടോടി കഥയാണ് കേട്ടോ. പറയാം എങ്ങനെ ഇവർ മനുഷ്യർ ഈ കുതിരയെ, കഴുതയെ, നായയെ ഒക്കെ ഇണക്കി തങ്ങളോടൊപ്പം വളർത്താനായിട്ട് തുടങ്ങിയത് എങ്ങനെ എന്ന് തൊട്ടാണ് എന്നുള്ളൊരു കഥയാണ് ഇത്. പറയാം. പണ്ടൊക്കെ ഈ മൃഗങ്ങളും എല്ലാ മനുഷ്യരും എല്ലാവരും ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. കാട്ടിലൊക്കെ മരം വെട്ടിയും അങ്ങനെയൊക്കെ മനുഷ്യർ ജീവിക്കും. കായ്കനികളൊക്കെ പറിച്ച് തിന്നും, വേരുകൾ കടങ്ങളൊക്കെ പറിച്ച് തിന്നും. അങ്ങനെയൊക്കെ മൃഗങ്ങൾ അതുപോലെ തമ്മി ചിലങ്ങളെയൊക്കെ പിടിച്ച് തിന്നും. അങ്ങനെയൊക്കെ അങ്ങനെ മനുഷ്യർ ഈ മൃഗങ്ങളെ ചിലരെയൊക്കെ വേട്ടയാടി പിടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മൃഗങ്ങൾക്ക് തോന്നി ഇത് അത്ര ശരിയാവില്ലല്ലോ. ഈ മനുഷ്യർ നമ്മളെങ്ങനെ വേട്ടയാടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വംശം തന്നെ നലിച്ചു പോകും. അത് ശരിയാവില്ല. നമുക്ക് ഈ മനുഷ്യരോട് തീർക്കണം. അതിനെന്ത് വേണം? നമുക്കൊരു രാജാവ് വേണം. അങ്ങനെയാകുമ്പോൾ മൃഗങ്ങളെല്ലാവരും കൂടിയിട്ട് നമുക്ക് സിംഹം രാജാവായാൽ പോരെ. സിംഹാവട്ടെ നമ്മുടെ രാജാവ്, മൃഗരാജാവ് സിംഹാവട്ടെ എന്നിങ്ങനെ ഒരു വിഭാഗം പറഞ്ഞു. അപ്പോൾ കുറേ മൃഗങ്ങൾ പറഞ്ഞു മതി, സിംഹം പോരായൊന്നുമില്ല, സിംഹം കരുത്തനാണ്, ആനയെ പോലും അടിച്ചു വീഴ്ത്താൻ കെൽപ്പുള്ളവനാണ് സിംഹം. മറ്റു മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ് സിംഹത്തിന്. ഭയങ്കര ഗർജനല്ലേ, നല്ല ശക്തിമാനാണെന്ന് സിംഹം തന്നെ രാജാവാകാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കുതിരയ്ക്ക് സിംഹത്തിന് ഇഷ്ടം. അപ്പം കുതിര എന്ത് പറഞ്ഞു? പിന്നെ സിംഹം അല്ലേ രാജാവാവണേ, അവനെ വേണ്ട. അടുത്തിരിക്കണ കഴുതയും നായയും തോണ്ടിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പേര് പറ, കുതിര എന്ന് പറ, എൻ്റെ പേര് പറ, എന്നെ രാജാവാക്കാൻ പറ എന്ന് പറഞ്ഞു. അപ്പോൾ കഴുതയ്ക്കും നായയ്ക്കും തോന്നി ശരിയാ, ഈ സിംഹത്തിനെ പേടിക്കണ്ട, സിംഹം നല്ല കരുത്തനാണ്, അത്രയ്ക്ക് കരുത്തുള്ളവൻ രാജാവാകണ്ട. നമ്മൾ ഏതായാലും യുദ്ധത്തിനൊക്കെ പോകാനിരിക്കല്ലേ മനുഷ്യരോട്, നമുക്ക് കുതിരയാവട്ടെ എന്ന് കരുതിയിട്ട് കുതിരയുടെ പേരാ പറഞ്ഞു. കഴുത വിളിച്ച് പറഞ്ഞു കുതിര മതി നമ്മുടെ രാജാവ്. അപ്പോൾ മൃഗങ്ങൾ ഇപ്പോൾ രണ്ടാമതൊരാളുടെ പേരൊന്നുമില്ലോ, മൃഗരാജാവാനായിട്ട് സിംഹം മതി എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ കുതിര വേണമെന്നായില്ലോ അഭിപ്രായം. അത് ശരി, അതെങ്ങനെയത് കുതിര രാജാവായാലും എങ്ങനെ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ ഒട്ടനെ നായും കഴുതയും പറഞ്ഞു കുതിര മതി. അങ്ങനെ ആയാലും എങ്ങനെയാണ്? അത് ശരിയാവുമെന്ന് തോന്നണില്ല. സിംഹം ഏതായാലും രാജാവാനായിട്ട് തുടങ്ങിയതല്ലേ. നമുക്ക് കഴുതയും കുതിരയും നായയും ഒഴികെ മറ്റെല്ലാ മൃഗങ്ങളും സിംഹത്തിന്, നമുക്ക് ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുകയെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? സിംഹത്തിൻ്റെ പേര് പറയുമ്പോൾ സിംഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നവരൊക്കെ കൈ പൊന്തിക്കുക. അപ്പോൾ അതാണ് കൂടുതലെന്ന് വെച്ചാൽ നമുക്ക് സിംഹത്തിനെ രാജാവാക്കാം. അത് കഴിഞ്ഞിട്ട് കുതിരയുടെ പേര് പറയാം. കുതിരയുടെ പേര് പറയുമ്പോൾ കുതിരയ്ക്ക് വേണ്ടി കൈ പൊക്കുന്നവർ എത്ര പേരുണ്ട് നോക്കാം. ആർക്കാണോ കൂടുതൽ പേര് കൈ പൊന്തിക്കുന്നത്, വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ രാജാവാക്കാം എന്ന് കരുതി അങ്ങനെ എല്ലാവരും ഒരു ദിക്കിൽ കൂടിയിരുന്നു. അപ്പോൾ വിളിച്ചു പറഞ്ഞു, കുറുക്കനാണ് കേട്ടോ വിളിച്ചു പറഞ്ഞത്. കുറുക്കൻ വിളിച്ചു പറഞ്ഞു നമ്മുടെ മൃഗങ്ങളുടെ എല്ലാം രാജാവായിട്ട് നമുക്ക് മനുഷ്യരോട് യുദ്ധം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സിംഹം രാജാവാകട്ടെ എന്നാണ് ഇപ്പോൾ ഒരു തീരുമാനം നടക്കുന്നത്. അതിന് അനുകൂലമായിട്ടുള്ളത് സിംഹം രാജാവായാൽ മതി എന്ന അഭിപ്രായമുള്ളവരൊക്കെ കൈ പൊന്തിക്കാൻ പറഞ്ഞു. കൈ പൊന്തിച്ചപ്പോൾ കുതിര പൊന്തിച്ചില്ല, കഴുത പൊന്തിച്ചില്ല, നായയും പൊന്തിച്ചില്ല. ഇവർ 3 പേരും ഒഴികെ ബാക്കി എല്ലാവരും സിംഹത്തിന് വോട്ട് ചെയ്തു. സിംഹം അങ്ങനെ മൃഗങ്ങളുടെ രാജാവായി. അപ്പം മറ്റു മൃഗങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഉറക്കനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ജയിച്ചേ, ഞങ്ങളുടെ രാജാവ് സിംഹ രാജാവ് തന്നെ, മൃഗരാജാവ് സിംഹം തന്നെ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. നമുക്ക് മനുഷ്യരോട് പോയി യുദ്ധം ചെയ്ത് മനുഷ്യരെ ജീവിപ്പിക്കും, മനുഷ്യരെ താക്കീത് ഇതൊന്നും നിർത്താം, നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സദ്യ ഉണ്ടാക്കാം. ഇത് കേട്ട വഴിക്ക് സിംഹം ഒട്ടനെ തന്നെ എന്ത് ചെയ്തു? തനിക്ക് വോട്ട് ചെയ്യാത്തവരല്ലേ ഇവർ 3 പേരും, ഈ കുതിരയത്, കഴുതിയത്, നായത്. ഇവർ ഈ കാട്ടിൽ ഇനി കണ്ടുപോകരുത്, ഓടിപ്പിക്കാൻ നമുക്ക് പറഞ്ഞു. ഇവരെ അങ്ങോട്ട് കല്ലെടുത്തെറിഞ്ഞ് ഓടിപ്പിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവർ യുദ്ധത്തിന് സന്നാഹം
യുദ്ധത്തിന് തയ്യാറായി. എല്ലാ മൃഗങ്ങളും ഒറ്റക്കെട്ടായി നാട്ടിൽ പോയിട്ട് മനുഷ്യരോട് യുദ്ധത്തിന് പോവാണ്. അപ്പോഴേക്കും മുൻപേ ഓടിച്ചു വിട്ട കഴുതയും കുതിരയും നായയും കൂടി അങ്ങോട്ട് പോയി മനുഷ്യൻ്റെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, അതേ യജമാനെ, ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ വന്നത്. എന്ത് കാര്യം? കാട്ടിലിതാ ഇപ്പം മൃഗങ്ങളുടെ ഒരു രാജാവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം മൃഗങ്ങളുടെ രാജാവ് സിംഹമാണ്. സിംഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം എല്ലാ മൃഗങ്ങളും കൂടി ഇങ്ങോട്ട് മനുഷ്യരോട് യുദ്ധം ചെയ്യാൻ വരും. ആ യുദ്ധത്തിൽ തോറ്റാൽ നിങ്ങളുടെ കാര്യം പോക്കാം. ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വഴിയെന്ന് വെച്ചാൽ അന്വേഷിച്ചോളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമോ സഹായിക്കാൻ ഞങ്ങളെ എന്ന് ചോദിച്ചു. ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ സഹായിക്കുകയും ചെയ്യാം. യുദ്ധത്തിൽ അവർ തോറ്റുപോയാൽ കുതിര ഞാൻ രാജാവാക്കുകയും ചെയ്യാമെന്നുള്ളൂ മനുഷ്യൻ. ശരി, അങ്ങനെയുള്ള ഒരു കരാറിൽ, അതായത് കാട്ടിലെ മൃഗങ്ങൾ സിംഹത്തിൻ്റെ നേതൃത്വത്തിൽ വരണ മൃഗങ്ങളെ തോൽപ്പിക്കാൻ മനുഷ്യരും കുതിരയ്ക്കും കഴുതയ്ക്കും നായ്ക്കും കൂടി പറ്റിയാൽ പിന്നെ മൃഗങ്ങളുടെ രാജാവ് കുതിര. അല്ല, കാട്ടിലെ മൃഗങ്ങളാണ് ജയിക്കണതെന്ന് വെച്ചാൽ പിന്നെ അവർ തന്നെ രാജാവ്. അങ്ങനെ വന്ന് അപ്പോഴത്തേക്കും വലിയ ആരവം കേട്ടു. സിംഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗർജനം, മറ്റ് മൃഗങ്ങൾ, ആന, കടുവ, കുരങ്ങന്മാർ, കാട്ടുപന്നി, മാനുകൾ എല്ലാം കൂടെ മനുഷ്യൻ്റെ നേരെ യുദ്ധത്തിൽ വരിക. വന്നുപോയി, ഓരോന്ന് പോയി. അപ്പോഴേക്കും മനുഷ്യർ എല്ലാവരും കുറേ കല്ലും മണ്ണും വടിയും ഒക്കെ കരുതി വെച്ചു. കുതിരപ്പുറത്തിരുന്നു കൊണ്ട് അമ്പെയ്തു, അമ്പുണ്ടാക്കി അമ്പെയ്തു. മറ്റു മൃഗങ്ങളൊക്കെ ഓട്ടിപ്പോയി. അതുപോലെ കല്ലെടുത്ത് എറിഞ്ഞു. കുറേ മൃഗങ്ങളെയൊക്കെ കല്ല് വെച്ച് എറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കാട്ടുപോത്തും ചെന്നായും ഒക്കെ കുറുക്കാൻ അവരൊക്കെ ഓടിപ്പോയി, തിരിച്ചോടിപ്പോയി. പിന്നെ സിംഹത്തിനെയൊക്കെ അമ്പെയ്തു. അങ്ങനെ എന്തിനു പറയണു, കാട്ടിൽ നിന്ന് വന്ന മനുഷ്യരോട് യുദ്ധം ചെയ്യാൻ വന്ന എല്ലാ മൃഗങ്ങളെയും ഈ കുതിരയുടെയും കഴുതയുടെയും നായിൻ്റെയും കൂടി സഹായത്തോടുകൂടി മനുഷ്യനങ്ങ് തോൽപ്പിച്ചു. അവരെ കാട്ടിലേക്ക് തിരിച്ച് ഓടിച്ച് കഴിഞ്ഞ വഴിക്ക് ഇനിയത്തെ രാജാവാരാ? കുതിര അങ്ങനെ രാജാവായിട്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ മാലയിട്ട് സ്വീകരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഒരു നല്ല കയറങ്ങടെടുത്ത് കുടുക്കിട്ടിട്ട് കുതിരയുടെ കഴുത്തിക്കൂടി അങ്ങോട്ടിട്ടു മനുഷ്യൻ. അടുത്തുള്ള മരത്തെല്ലാം പിടിച്ച് കെട്ടി. അപ്പോഴത്തേക്കും വേറെ മനുഷ്യർ അതുപോലെ തന്നെ കഴുതയും പിടിച്ച് കെട്ടി. ഒരു ചങ്ങലിട്ടിട്ട് നായയെ പിടിച്ച് കെട്ടി. എന്തിനു പറയണു, മനുഷ്യൻ ജയിച്ചോട് കൂടിയിട്ട് ഈ 3 മൃഗങ്ങളെയും കയറിട്ട് കെട്ടി, ചങ്ങലക്കിട്ട് കെട്ടി വളർത്തി മനുഷ്യൻ വളർത്താൻ നോക്കി. കുതിരയെ കൊണ്ട് നല്ല അസലായിട്ട് പണിയെടുപ്പിക്കും, യാത്ര ചെയ്യിപ്പിക്കും, വണ്ടി വലിപ്പിക്കും, എല്ലാം ചെയ്യും. പിന്നെ പോയിട്ട് കഴുത ഭാരം ചുമന്ന് കഴുതയ്ക്ക് വയ്യാണ്ടായി. മിണ്ടാന്ന് ഓർത്തിണ്ടാവും. കഴുത്തിൽ കിടക്കുന്നത് കയറാ. വല്ല തിന്നാനും കുടിക്കാനും കിട്ടണമെങ്കിൽ മനുഷ്യൻ തരണം. കഴുത ഇന്നും ചുമക്കാൻ തന്നെ നിൽക്കുക മനുഷ്യൻ്റെ കൂടെ. നായോ, നീയാണ് കാവല്. ഞങ്ങളൊക്കെ കൃഷിസ്ഥലത്തിനും വീടിനും ഞങ്ങളുടെ സ്വത്ത് വകകൾക്കൊക്കെ കാവല് നിൽക്കണം. നീ രാത്രി മുഴുവൻ ഉറങ്ങാൻ പാടില്ല, കുരച്ചോണ്ട് ഓടി ഇറന്നോളതില്ല. അതാണ് ഇപ്പം നായ്ക്ക് കിട്ടിയ ജോലി. നായ ഇന്നും വീട്ടുകാവല. അന്ന് തൊട്ടാണ് ഈ കുതിരയും കഴുതയും നായയും മനുഷ്യർ വളർത്താനായിട്ട് തുടങ്ങിയത്. അവ അങ്ങനെ വളർത്തുമൃഗങ്ങളായി മാറുകയാണ് ചെയ്തത്. ഇതാണ് ഇന്നത്തെ കഥ. 3 കൂട്ടുകാർ അങ്ങനെയാണ് നാട്ടിലെത്തിയത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.